ഹലോ ഗൈസ്, എല്ലാവർക്കും സുഖമല്ലേ? ഞാൻ കൂടെ സുഖം തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മുടെ വെയിറ്റ് ലോസ് ചാലഞ്ചിൻ്റെ 32ാമത്തെ ദിവസമായിട്ടുണ്ട്. ഇപ്പോൾ ഓരോ ദിവസം എഴുന്നേൽക്കുമ്പോഴും വെയിറ്റ് എന്തായി, വെയിറ്റ് എത്ര ആയിട്ടുണ്ടാവും എന്നുള്ള ആ ഒരു ചിന്തയോട് കൂടിയിട്ടാണ് കേട്ടോ എഴുന്നേൽക്കുന്നത്. കാരണം നമ്മൾ അത്രയും സ്ട്രിക്റ്റ് ആയിട്ടാണല്ലോ, ഒട്ടും കള്ളത്തരം കാണിക്കാണ്ടാണല്ലോ ഡയറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ വെയിറ്റിൽ എന്തെങ്കിലും വ്യത്യാസം വരുന്നുണ്ടോ എന്ന് അറിയാനുള്ള ഒരു ആകാംക്ഷയാണ് കേട്ടോ മൊത്തം. ഇന്ന് രാവിലെ തന്നെ ഒരു മഴ കൊടകൊടാ ദിവസമാണ് കേട്ടോ. ഭയങ്കര കാറ്റും ഉണ്ടായിരുന്നു. ഇപ്പോൾ ഒരു കാറ്റിനൊരു ശമനം ഉണ്ട് കേട്ടോ. സിറ്റ് ഔട്ടിലൊക്കെ രാവിലെ തന്നെ ഭയങ്കര വെള്ളമായിരുന്നു. രാത്രിയൊക്കെ മഴ നല്ല പെയ്തിട്ട് അങ്ങനെ കാറ്റും കൂടെ അടിച്ചിട്ട് സിറ്റ് ഔട്ടിലൊക്കെ നല്ല വെള്ളമായിരുന്നു. ഞാൻ രാവിലെ തന്നെ തുടച്ചൊന്ന് നീറ്റാക്കി ഇട്ടതാണ് കേട്ടോ. സുജി രാവിലെ തന്നെ ഇരുന്ന് ഘോരഘോരമായി പത്രം വായിക്കുന്നുണ്ട്. ആരും എണീച്ച് വന്നിട്ട് ടോട്ടോനായിട്ട് കളിക്കുന്നുണ്ട്. ഞാൻ ഇതൊക്കെ നോക്കി ഇന്ന് അങ്ങനെ വീഡിയോ എടുക്കുന്നുണ്ട്. പ്രത്യേകിച്ച് വേറെ ഒന്നും സംഭവിക്കുന്നില്ല. അപ്പം നമുക്ക് വെയിറ്റ് നോക്കിയാലോ. ഇന്നത്തെ വെയിറ്റ് 83.20 ആണ് കേട്ടോ. ഇന്നലത്തെ വെയിറ്റിനേക്കാളും 700 ഗ്രാം കുറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇന്നത്തെ വെയിറ്റ് അടിപൊളിയല്ലേ? എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ ഇന്നത്തെ വെയിറ്റ്. 700 ഗ്രാം ഒറ്റയടിക്ക് കുറയാന്നൊക്കെ പറയുന്നത് ഒരു ഭയങ്കര അടിപൊളിയായിട്ടുള്ള കാര്യമല്ലേ. ഇനി ഒരു സ്റ്റെക്കാവാന്നാൽ മതിയായിരുന്നു വെയിറ്റൊക്കെ കേട്ടോ. അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇതാ എഗ്ഗാണ് കേട്ടോ. എന്നത്തെയും പോലെ എഗ്ഗ് അങ്ങനെ വേണം പറയാനല്ലേ. അപ്പോൾ ഇന്ന് എല്ലാവർക്കും ഇന്ന് ചപ്പാത്തി ഉണ്ട്, ബാജിക്കറിയാണ് കേട്ടോ. പൊട്ടറ്റോവും ക്യാരറ്റും ഒക്കെ ഇട്ടിട്ടുള്ള ബാജിക്കറിയാണ്. പിന്നെ ചായ അതൊക്കെയാണ്. ഞാനിന്ന് പതിവിൽ അല്ലാണ്ട് 3 എഗ്ഗ് എടുത്തിട്ടുണ്ട്. നല്ല വിശപ്പുണ്ടായിരുന്നു കേട്ടോ. എന്താണെന്ന് അറിയില്ല, നല്ല വിശപ്പുള്ളതുകൊണ്ട് തന്നെ 3 എഗ്ഗ് എടുത്തുകൊണ്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ എനിക്ക് ഭയങ്കരമായിട്ട് ഫില്ലായി പോയിട്ടോ. എനിക്ക് എന്നിട്ട് നടക്കാനൊന്നും പറ്റുന്നുണ്ടായിരുന്നില്ല. 3 എഗ്ഗ് ഞാൻ 2 എഗ്ഗല്ലേ കഴിക്കില്ല. അതിൽ കൂടുതൽ കഴിച്ചപ്പോൾ ഭയങ്കരമായിട്ട് ഫില്ലായിപ്പോയി. വേണ്ടിയിരുന്നില്ല എന്ന് തോന്നിപ്പോയി. ഞാൻ ബട്ടർ കോഫി അപ്പം കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. ഈവനിങ് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് കേട്ടോ. പിന്നെ ഞാൻ പ്രത്യേകിച്ച് വീഡിയോ നിർത്തിയിട്ടുണ്ടായിരുന്നില്ല. ഞാൻ ഉച്ചക്ക് ഇതാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. കുറച്ചധികം ലിവർ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ക്യാബേജ് ഉപ്പേരിയാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ ഇതാണ് ഇന്നത്തെ എൻ്റെ ലഞ്ച്. എനിക്ക് ലിവർ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ലിവർ ചിക്കൻ്റെ ലിവറാണെങ്കിലും ബീഫിൻ്റെ ലിവറാണെങ്കിലും ഒക്കെ എൻ്റെ ഫേവറേറ്റാണ് കേട്ടോ. ലിവർ, മീൻ മുട്ട ഇങ്ങനത്തെ ഒക്കെ എൻ്റെ ഫേവറേറ്റാണ്. അപ്പോൾ ഞാനത് നന്നായിട്ട് കഴിച്ചിട്ടുണ്ട്. നല്ല ആസ്വദിച്ച് കഴിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ ഒരു 7 മണിയൊക്കെ ആയപ്പോൾ ഞാൻ കുറച്ച് നട്ട്സൊക്കെ എടുത്തിട്ട് തനി മലയാളിൻ്റെ ഒരു വ്ളോഗാണ് കേട്ടോ. അതൊക്കെ ഇങ്ങനെ ഇട്ട് കണ്ടിട്ട് പതുക്കെ ഇങ്ങനെ സ്നാക്ക് ചെയ്ത് ഇങ്ങനെ കഴിച്ചു. ഞാൻ ഈ ഒരു ടൈമിൽ ഞാൻ ബട്ടർ കോഫി കുടിക്കാൻ വേണ്ടിയിട്ട് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് ഉണ്ടാക്കാൻ അടുക്കളയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഭയങ്കര മടി എന്നൊക്കെ പറഞ്ഞ ഒരു 1.5 മടി. അതുകൊണ്ട് ഇന്ന് ബട്ടർ കോഫി കുടിച്ചില്ല എന്ന് വേണം പറയാൻ. ഇത് മക്കൾക്ക് വേണ്ടി സൂചി വാങ്ങിക്കൊടുത്ത സാധനങ്ങളാണ് കേട്ടോ. ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തു എന്നുള്ളൂ. മക്കൾ കുറേ നേരമായി മമ്മ എന്തെങ്കിലും ഒന്ന് ലേസോ അങ്ങനെ എന്തെങ്കിലും വാങ്ങിത്തരുമോ എന്ന് ഇങ്ങനെ പറഞ്ഞ് എൻ്റെ പിന്നാലെ നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഞാൻ മൈൻഡ് ചെയ്യാണ്ട് നടക്കുകയായിരുന്നു. അപ്പോൾ അവർ പപ്പനെ വിളിച്ചിട്ട്, പപ്പ ഞങ്ങൾക്ക് ലേസോ ഫ്രൂട്ട് എന്തെങ്കിലും ഒന്ന് വാങ്ങിത്തരുമോ എന്ന് ചോദിച്ചു. പപ്പനെ ഫോൺ വിളിച്ച് വെറുപ്പിച്ചിട്ട് പപ്പ പിന്നെ വേഗം വാങ്ങിക്കൊടുക്കും. അങ്ങനെ വാങ്ങിക്കൊടുത്ത ഐറ്റംസാണിത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതുള്ളൂ എന്ന്. ആദ്യത്തെ സ്വിഗ്ഗിക്കാരൻ വന്നിട്ട് ഇത്ര ഐറ്റംസാണ് വാങ്ങിക്കൊടുത്തിട്ടുണ്ടായിരുന്നു. 2-3 ലേസും ഒരു ഫ്രൂട്ടിയും. പിന്നെ വീണ്ടും ഒരു സ്വിഗ്ഗിക്കാരൻ വന്നു. പിന്നെ അങ്ങോട്ടേക്ക് വലിയൊരു പൊതിയായിട്ടാണ് അടുത്ത സ്വിഗ്ഗിക്കാരൻ വന്നത്. 2-3 പ്രിങ്കിൾസ്, ഒരു 2-3 ഡയറി മിൽക്കിൻ്റെ വലിയ പാക്കറ്റ്സ്, പിന്നെ കിൻഡർ ജോയിൻ്റെ ഇങ്ങനത്തെ ഇത്, പിന്നെ നട്ടീസ്, പിന്നെ വേറെയും ലേസ്. ഞാൻ അങ്ങനെ നോക്കി പറയുകയാണേ. പിന്നെ ഡയറി മിൽക്ക് വീണ്ടും ബ്ലൂ ലേസ്, ഡയറി മിൽക്ക് വീണ്ടും, പിന്നെ വീണ്ടും ഡയറി മിൽക്ക്, പിന്നെ കിൻഡർ ജോയിൻ്റെ വീണ്ടും അങ്ങനെ പറയേണ്ട. സുജിക്ക് കുറച്ച് വാങ്ങാൻ അറിയില്ല കേട്ടോ. എനിക്ക് ഭയങ്കര ദേഷ്യം വന്നു. എന്തിനാ ഇങ്ങനെ മക്കൾക്ക് ഇങ്ങനെ വാങ്ങി കൊടുക്കണമെന്നുള്ളത്. ഞാൻ പറഞ്ഞു രാത്രി ഇനി കഴിക്കരുത്, ഒറ്റ ചോക്ലേറ്റ് കഴിച്ചാൽ മതി, ബാക്കി ഇനിയെല്ലാം ഒരു ആഴ്ച കൊണ്ടേ തീർക്കാൻ പാടുള്ളൂ. മക്കൾ അവർക്ക് ഒറ്റ ദിവസം കൊണ്ട് തീർത്തോന്ന് പറഞ്ഞാൽ ഒരൊറ്റ ദിവസം കൊണ്ട് തീർക്കും കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു ഇന്ന് ഒന്നേ കഴിക്കാൻ പാടുള്ളൂ, ഒറ്റ ചോക്ലേറ്റ് കഴിക്കാൻ പാടുള്ളൂ,
ഇനി ഒരാഴ്ച കൊണ്ട് ഇത് തീർക്കാൻ പാടുള്ളൂ എന്ന് ഞാൻ കട്ടൻഡായിട്ട് പറഞ്ഞതായിരുന്നു കേട്ടോ. പക്ഷെ ഒരു 2-3 ദിവസം കൊണ്ട് തീർത്തിട്ടുണ്ട്. പക്ഷെ ഒറ്റക്കല്ല കേട്ടോ, ഒരു ഫ്രണ്ട്സിന് കൊടുത്തിട്ടുണ്ട്. ഞാൻ പിന്നെ നീനൂട്ടിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു പിറ്റേന്നൊക്കെ കേട്ടോ. ഞാൻ ഇത് കുറച്ച് ദിവസം മുമ്പത്തെ വീഡിയോ ആണല്ലോ. ഞാൻ എല്ലാവർക്കും കൊടുത്തയച്ചിട്ടും ഒരു ഫ്രണ്ട്സിനൊക്കെ കൊടുത്തിട്ട് ഒക്കെയാണ് തീർത്തിട്ടുള്ളത്. അല്ലാണ്ട് ഇവരൊക്കെ ഒറ്റക്കായിട്ട് അല്ല കേട്ടോ തീർത്തിട്ടുള്ളത്. അല്ലാണ്ട് ഇതെങ്ങനെയാണ് ഒറ്റക്ക് വല്ല ഷുഗറും പിടിപെടും. പിന്നെ രാത്രി കുറച്ച് കഴിഞ്ഞിട്ടാണ് പിന്നെ സുജി വന്നിട്ടില്ല. ഞാൻ സുജിനെ കുറച്ച് ചീത്ത പറഞ്ഞു, എന്തിനാണ് ഇങ്ങനെ വാങ്ങി കൊടുക്കണമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ സുജി പറഞ്ഞു, നമ്മളെ ചെറുപ്രായത്തിലോ നമുക്കിതൊന്നും കിട്ടിയില്ല, ഇവരെങ്കിലും ആസ്വദിച്ച് ജീവിക്കട്ടെ എന്നാണ് സുജിൻ്റെ അഭിപ്രായം. അപ്പോൾ പിന്നെ ഞാനും പ്രത്യേകിച്ചൊന്നും മിണ്ടിയില്ല കേട്ടോ. ഇപ്പോഴും ഭയങ്കര മഴയാണ് കേട്ടോ. ഈ സ്വിഗ്ഗിക്കാരൊക്കെ വന്നതൊക്കെ നനഞ്ഞു കുതിർന്ന് ആകെ എന്താ പറയുക, ആകെ നനഞ്ഞിട്ടാണ് കേട്ടോ വരുന്നത്. അത്രയും മഴയത്താണ്. ഇതാ വന്നപ്പോൾ ഒരിക്കൽ യെല്ലോ ലേസ് വേണമെന്ന് വീണ്ടും വിളിച്ചു പറഞ്ഞിട്ട് ഇതാ യെല്ലോ ലേസ് വാങ്ങി വന്നതാണ് കേട്ടോ. ഇത് വേറെ ഒരു പാക്കറ്റിലൊക്കെ ഒരു പ്രീമിയം പാക്കറ്റൊക്കെ ആയിട്ട് കേട്ടോ. സുജി ഈ നട്ട്സൊക്കെ കിട്ടുന്ന എന്തോ ഒരു കടയിൽ നിന്ന് വാങ്ങി വന്നതാണ്. അതിൽ പിന്നെ വേറെ അണ്ടിപ്പരിപ്പ് വേറെ 2 ടൈപ്പ്, കാഷ്യൂ നട്ട്സ് 2 ടൈപ്പ് വേറെ ഉണ്ടായിരുന്നു കേട്ടോ. അത് പിന്നെ എന്നെ സോപ്പിടാൻ വേണ്ടിയിട്ട് അങ്ങനെ കീറ്റുവാണല്ലോ ഞാൻ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് വാങ്ങി വന്നതാണ് കേട്ടോ. അപ്പോൾ അതിന് പുറമെ ഈ ഒരു ലേസും വാങ്ങിയിട്ടുണ്ട്. അങ്ങനെ ഇതൊക്കെയാണ് വീണ്ടും വാങ്ങി വന്നിട്ടുള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞു ഒറ്റ ചോക്ലേറ്റ് കഴിക്കാൻ പാടുള്ളൂ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഒരു ഡയറി മിൽക്ക് 2 ആളും കൂടി ഷെയർ ചെയ്ത്, വലിയ ഡയറി മിൽക്കാണ് കേട്ടോ. ഒരു ഡയറി മിൽക്ക് ആണെങ്കിൽ തന്നെ ഒരു 2-3 ഡയറി മിൽക്ക് കഴിക്കുന്ന ഒരു ആഘാതം തന്നെ അതിനുണ്ട്. പിന്നെ ഇതാ ഈ ലേസ് പൊട്ടിക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെ ചിത്രത്തിൽ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു അതിൻ്റെ ഉള്ളിൽ അതിൻ്റെ സോസും കൂടെ ഉണ്ടാവും. അപ്പോൾ വീഡിയോ എടുക്കുമ്പോൾ അതിൽ സോസൊക്കെ കാണുമ്പോൾ ഒരു പ്രത്യേക എന്താ പറയുക, അതിൽ സോസൊക്കെ ഉണ്ടാവും, പുതിയ എന്തോ ഐറ്റാണെന്നൊക്കെ ഞാൻ വിചാരിച്ചു. പക്ഷേ ഒന്നുമില്ല കേട്ടോ, ഒരു പ്രിങ്കിൾസ് പോലെ തന്നെ അതിൻ്റെ ഉള്ളിൽ സോസൊന്നുമില്ല. സോസൊക്കെ പിന്നെ നമ്മൾ കയ്യിൽ നിന്ന് ഇറക്കണം തോന്നുന്നു. അപ്പോൾ ഞാൻ ആകെ മൂഞ്ചി പോയി ഗൈസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ, നോർമൽ പ്രിങ്കിൾസ്. പക്ഷേ ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ അതിൻ്റെ കുഞ്ഞി കഷ്ണം പൊട്ടിച്ച് കഴിച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ ഇവരിതൊക്കെ കഴിച്ചിട്ടുണ്ട്, ഞാൻ അതൊന്നും കഴിച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ നാളെ കാണാം. നാളത്തെ വീഡിയോ ആയിട്ട് വരും വരെ ബൈ.